നമസ്കാരം. 24 റൗണ്ട് അപ്പിലേക്ക് വിശദമായി. ശബരിമല യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച മുൻ നിലപാടിൽ നിന്ന് മാറാൻ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തിരുത്തുന്നത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിനായി വെർച്വൽ ക്യൂ രജിസ്ട്രേഷൻ നാളെ ആരംഭിക്കുമെന്നും 500 വിദേശ പ്രതിനിധികൾ അടക്കം 3000 പേരെ പങ്കെടുപ്പിക്കുമെന്നും ദേവസ്വം ബോർഡ് അറിയിച്ചു. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച് സുപ്രീം കോടതിയിൽ വാദിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തും മുമ്പ് നിലപാട് തിരുത്തണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. പിന്നാലെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറുപടി. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. ആ ആചാരാനുഷ്ഠാനങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ പരിശ്രമിക്കും. ഒപ്പം തന്നെ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യും. അതേസമയം കോൺഗ്രസ് എതിർപ്പ് തുടരുകയാണ്. ഭൂരിപക്ഷ വർഗീയത മുതൽക്കൂട്ടാക്കാനാണ് CPIM ശ്രമമെന്ന് അടൂർ പ്രകാശ്. ഭൂരിപക്ഷ വർഗീയതയെ എങ്ങനെ മുതൽക്കൂട്ടാം എന്ന് ശ്രമിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമല ഏറ്റെടുത്തിരിക്കുന്നത്. നല്ല കാര്യമാണെങ്കിൽ എതിർക്കേണ്ടെന്ന് മുസ്ലിം ലീഗ്. നമുക്ക് അതന്നെ നമ്മളിപ്പോൾ അതിലൊരു അഭിപ്രായം പറയണ്ടല്ലോ. നല്ല കാര്യം ആണെങ്കിൽ ഗവൺമെൻറ് ആണെന്ന് വിചാരിച്ച് നമ്മൾ വേണ്ടാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അയ്യപ്പ സംഗമത്തിൽ BJPക്ക് വിയോജിപ്പില്ലെന്നും യുവതീ പ്രവേശനത്തിൽ നേരത്തെയുള്ള നിലപാട് മാറ്റിയിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ശബരിമല അയ്യപ്പ ഭക്ത സംഗമത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്ക് വിയോജിപ്പൊന്നുമില്ല. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് മുൻ നിലപാടിൽ നിന്നും മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും പിൻവാങ്ങിയിട്ടുണ്ടോ? പ്രതിനിധികളെ അയക്കുമെന്ന് NSS വ്യക്തമാക്കി. സംഗമ ദിവസം മാസപൂജയ്ക്കെത്തുന്ന സാധാരണ ഭക്തർക്ക് നിയന്ത്രണമുണ്ടാകും. 24 തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തിൽ വിമർശനവുമായി പന്തളം കൊട്ടാരം നിർവാഹക സംഘം. സാധാരണ ഭക്തർക്ക് എന്ത് ഗുണമെന്നായിരുന്നു ചോദ്യം. യുവതീ പ്രവേശനകാലത്തെ കേസുകൾ പിൻവലിക്കണം. 2018-ലുണ്ടായ നടപടികൾ ഇനിയൊരിക്കലും ഉണ്ടാകില്ലെന്ന് സർക്കാർ ഭക്തർക്ക് ഉറപ്പു നൽകണമെന്നും നിർവാഹക സംഘം സെക്രട്ടറി MRS വർമ്മ പറഞ്ഞു. ഈ ആഗോള സംഗമം പമ്പയിൽ വെച്ച് നടത്തുമ്പോൾ അതുകൊണ്ട് ഭക്തജന സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണം. മറ്റൊന്ന്, 2018-ൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ ഉടൻ തന്നെ പിൻവലിക്കണമെന്നാണ് പറയാനുള്ളത്. പന്തളത്ത് കൊട്ടാരത്തിന് ഇക്കാര്യത്തിൽ വേറെ രാഷ്ട്രീയമായ മറ്റൊന്നും തന്നെ ഇല്ല. സപ്ലൈകോയിൽ റെക്കോർഡ് വിൽപ്പന. സപ്ലൈകോയിൽ ഇന്ന് മാത്രം വിറ്റഴിച്ചത് 21 കോടിയിലധികം രൂപയുടെ ഉൽപ്പന്നങ്ങളാണ്. ഓണക്കാലത്ത് സപ്ലൈകോയുടെ വിൽപ്പന 300 കോടി കടന്നു. ഇതുവരെ നടന്നത് 319.3 കോടി രൂപയുടെ വിൽപ്പനയാണ്. 49 ലക്ഷത്തോളം ഉപഭോക്താക്കൾ സപ്ലൈകോയിലെത്തി. 300 കോടി രൂപയുടെ വിൽപ്പനയാണ് സപ്ലൈകോ പ്രതീക്ഷിച്ചിരുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ പ്രഹരത്തിനിടെ അമേരിക്കയ്ക്ക് വ്യക്തമായ സന്ദേശം നൽകി ഇന്ത്യ, ചൈന, റഷ്യ സൗഹൃദം. ഷാങ്ഹായ് ഉച്ചകോടിക്ക് മുൻപായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നരേന്ദ്രമോദിയും തമ്മിൽ ചർച്ച നടത്തി. പുടിനുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ഏഷ്യയിലെ വൻശക്തികൾ തമ്മിൽ പുതിയ സൗഹൃദം രൂപപ്പെടുന്നതിന്റെ സൂചനയാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ ടിയാൻജിനിൽ കണ്ടത്. ഉച്ചകോടി വേദിയിൽ പ്രധാനമന്ത്രി മോദി എത്തിയത് വ്ളാഡിമിർ പുടിനൊപ്പം. പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ അവഗണിച്ച് ഇരുവരും നടന്നു നീങ്ങുന്നതും ഷെഹബാസ് ഷെരീഫ് നോക്കി നിൽക്കുന്നതുമായ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. ഫോട്ടോ സെഷന് മുമ്പായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നരേന്ദ്രമോദിയും തമ്മിൽ ഹ്രസ്വ ചർച്ച നടത്തി. മൂവരുടെയും ചിത്രങ്ങൾ മോദി എക്സിൽ പങ്കുവച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഉഭയകക്ഷി ചർച്ചകൾക്കായി മോദിയും പുടിനും ഒരേ കാറിലാണ് യാത്ര തിരിച്ചത്. പുടിനുമായി 50 മിനിറ്റോളം നീണ്ട ഉഭയകക്ഷി ചർച്ചയിൽ സാമ്പത്തിക ഊർജ്ജ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം ചർച്ചയായി. യുക്രൈനിലെ സംഘർഷം പരിഹരിക്കുന്നതിന് സ്വീകരിച്ച നടപടികളിൽ പിന്തുണ അറിയിച്ച പ്രധാനമന്ത്രി മോദി സംഘർഷം അവസാനിപ്പിക്കുന്ന നടപടികൾ വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഈ വർഷം അവസാനം നടക്കുന്ന 23ാമത് വാർഷിക ഉച്ചകോടിക്കായി മോദി പുടിനെ ക്ഷണിച്ചതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 24 ഡൽഹി.
ഇന്ത്യയും റഷ്യയും ചൈനയും അടങ്ങുന്ന ഷാങ്ഹായ് കൌൺസിലിൽ ഇന്ത്യൻ നയതന്ത്ര വിജയം. ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാടിന് ഷാങ്ഹായ് കൌൺസിൽ അംഗീകാരം നൽകി. പഹൽഗാം ഭീകരാക്രമണത്തെ ടിയാൻജിൻ പ്രഖ്യാപനം അപലപിച്ചു. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന് ആമുഖ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകി. ഭീകരവാദം പ്രാദേശിക സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി. ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നും ടിയാൻജിനിലെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാനുഷികതയ്ക്കെതിരായ ആക്രമണമാണ് പഹൽഗാമിൽ നടന്നതെന്ന് പറഞ്ഞ മോദി പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിന്റെ സാന്നിധ്യത്തിൽ ചില രാജ്യങ്ങൾ ഭീകരവാദത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്നുവെന്ന് വിമർശിച്ചു. टेररिज्म का बहुत ही घिनौना रूप देखा। यह हमला केवल भारत की अंतरात्मा पर ही आघात नहीं। പഹൽഗാം ഭീകരാക്രമണത്തെ ടിയാൻജിൻ പ്രഖ്യാപനം അപലപിച്ചു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിലെ ഇരട്ടത്താപ്പ് സ്വീകാര്യമല്ല. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ചെറുക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നതായിരുന്നു ടിയാൻജിൻ പ്രഖ്യാപനം. അമേരിക്കയുടെ തീരുവ യുദ്ധത്തിനിടെ ഏകപക്ഷീയമായ നടപടികളെ ശക്തമായി എതിർക്കുന്നുവെന്നും ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ സംയുക്ത പ്രഖ്യാപനത്തിലുണ്ട്. 24 ഡൽഹി. അഫ്ഗാനിസ്ഥാനിലുണ്ടായ അതിതീവ്ര ഭൂചലനത്തിൽ 800 മരണം, 2000-ഓളം പേർക്ക് പരിക്കേറ്റെന്നാണ് റിപ്പോർട്ടുകൾ. മേഖലയിൽ രക്ഷാദൌത്യം തുടരുകയാണ്. ദുരന്തബാധിതർക്ക് എല്ലാ സഹായവും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഞായറാഴ്ച രാത്രിയോടുണ്ടായ ഭൂചലനത്തിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നംഗഹർ പ്രവിശ്യയിലെ ജലാലാബാദിനടുത്ത് 8 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് ശേഷം 13 തുടർചലനങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. ചില ഗ്രാമങ്ങൾ പൂർണ്ണമായും നശിച്ചു. കുനാർ പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായിരിക്കുന്നത്. നൂർഗാൽ, സാവ്കി, വാഡ്പൂർ, മനോഗി തുടങ്ങിയ മേഖലകളിൽ കനത്ത നാശനഷ്ടമുണ്ടായി. ഇന്ത്യയിലും പാകിസ്ഥാനിലും ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു. ദുരിതബാധിതർക്ക് എല്ലാ സഹായവും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. അടിയന്തര സഹായം എത്തിക്കാൻ വിദഗ്ധ സംഘം സ്ഥലത്തുണ്ടെന്ന് UN അറിയിച്ചു. 2022-ലുണ്ടായ ഭൂചലനത്തിൽ 1000-ലധികം പേരാണ് മരിച്ചത്. 2023-ൽ പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂചലനത്തിൽ 4000-ലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇന്ത്യൻ യൂറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകളുടെ നിരന്തരമായ കൂട്ടിയുടെ ഫലമായാണ് മേഖലയിൽ നിരന്തര ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് സമാപനം. യാത്രയിലുടനീളം ലഭിച്ച വൻ ജനപിന്തുണയ്ക്ക് നേതാക്കൾ നന്ദി അറിയിച്ചു. ഹൈഡ്രജൻ ബോംബ് വരാനുണ്ടെന്നായിരുന്നു BJPക്ക് രാഹുൽ ഗാന്ധിയുടെ മുന്നറിയിപ്പ്. വോട്ട് കള്ളയ്ക്കും ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നയിച്ച വോട്ടർ അധികാർ യാത്ര അവസാനിക്കുന്നു. പട്നയിലെ ഗാന്ധി മൈതാനത്ത് നിന്ന് പദയാത്രയോടെയായിരുന്നു വോട്ടർ അധികാർ യാത്രയുടെ സമാപന പരിപാടികൾ ആരംഭിച്ചത്. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, CPI ജനറൽ സെക്രട്ടറി D രാജ തുടങ്ങി ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ പദയാത്രയ്ക്കെത്തി. പട്നയിലെ സമാപനവേദി ഇന്ത്യ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി. നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനം ആറ്റം ബോംബായിരുന്നുവെങ്കിൽ അതിലും വലിയ ഹൈഡ്രജൻ ബോംബ് കൈവശമുണ്ടെന്നും BJP കരുതിയിരിക്കണമെന്നും രാഹുൽ ഗാന്ധി. माधवपुरा में हमने एटम बम दिखाया था। बीजेपी के लोगों तैयार हो जाओ, हाइड्रोजन बम आ रहा है, हाइड्रोजन बम आ रहा है। ഓഗസ്റ്റ് 17-ന് സസ്രാമിൽ നിന്ന് ആരംഭിച്ച യാത്ര 1300 കിലോമീറ്റർ പിന്നിട്ടാണ് പട്നയിലെത്തിയത്. വോട്ടർ അധികാർ യാത്ര വലിയ വിജയമെന്നാണ് വിലയിരുത്തൽ. തുടർന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24. ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാണെന്ന് സ്പീക്കറെ അറിയിക്കാൻ ക്രൈംബ്രാഞ്ച്. അടുത്തയാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് നീക്കം. ഗർഭചിത്ര ശബ്ദരേഖയിലെ യുവതിയെ കണ്ടെത്താൻ മാധ്യമപ്രവർത്തകരിൽ നിന്ന് വിവരം ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരിട്ടുള്ള പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിലും കേസുമായി മുന്നോട്ടു പോവുകയാണ് അന്വേഷണ സംഘം. നിലവിലെടുത്തിരിക്കുന്ന കേസിന്റെയും FIR-ന്റെയും വിവരങ്ങൾ സ്പീക്കറുടെ ഓഫീസിന് കൈമാറും. അടുത്തയാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന രാഷ്ട്രീയ ചർച്ചകൾക്കിടെയാണ് ക്രൈംബ്രാഞ്ച് നീക്കം.
രാഹുലിനെതിരെ പരാതി നൽകിയ അഡ്വക്കേറ്റ് ജിൻഡോ സെബാസ്റ്റ്യന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. ഞാൻ 21-ാം തീയതിയാണ് പരാതി കൊടുത്തത്. അത് വന്നത് ദൃശ്യമാധ്യമത്തിൽ വന്നൊരു ഓഡിയോ സംഭാഷണം. അതിനുശേഷം അത് സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് അത് വ്യക്തമായിട്ട് ഒരു ഗർഭചിത്രം നടത്തിയെന്ന രീതിയിൽ വന്ന് അതിനുശേഷം വന്ന് എല്ലാ ദൃശ്യമാധ്യമം വന്ന ലിങ്കുകൾ കാര്യങ്ങളുമായി ഒരു 5-6 കൂടി കൊടുത്തിട്ടുണ്ട്. ഗർഭഛിദ്ര ശബ്ദരേഖാ വിവാദത്തിൽ യുവതിയെ പരിചയമുള്ള മാധ്യമപ്രവർത്തകരിൽ നിന്ന് വിവരങ്ങൾ തേടാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയെന്ന റിപ്പോർട്ട് 4 മണി വരെ ലഭിച്ചിട്ടില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ. അംഗങ്ങൾക്ക് സഭയിൽ പങ്കെടുക്കുന്നതിൽ തടസ്സമില്ല. രാഹുലിനെതിരെ പ്രതിഷേധമുണ്ടാകുമോ എന്ന കാര്യം തനിക്ക് പറയാൻ കഴിയില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി. ഇതുവരെ ഒരു റിപ്പോർട്ടും എനിക്ക് ലഭിച്ചിട്ടില്ല. ഇതൊരു റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയാൽ സംരക്ഷണം നൽകുമോ? അല്ല, സഭയിൽ അദ്ദേഹത്തിന്റെ അതറിയത് അദ്ദേഹമാണല്ലോ തീരുമാനിക്കേണ്ടത്. സഭയിൽ അദ്ദേഹത്തിന് വലിയ തടസ്സങ്ങളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. പ്രതിഷേധം ഉണ്ടാവുന്നുള്ളത് അല്ല, അതിപ്പോൾ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അല്ല, അംഗത്തിന്റെ സഭയിൽ വേറെ ഒരു തടസ്സവും ഇല്ല. ഓക്കെ. മുകേഷിന്റെ വിഷയവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവും താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ്. നിയമസഭയിൽ അത് ഉയർത്തി കോൺഗ്രസിന് പ്രതിരോധം തീർക്കാൻ കഴിയില്ല. സഭയ്ക്കകത്തും പുറത്തും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും VK സനോജ് പറഞ്ഞു. മുകേഷിനെയും ഇതൊന്നും ഒരുപോലെ താരതമ്യപ്പെടുത്തേണ്ട കാര്യമേ ഇല്ല. ഇത് നിരവധി പെൺകുട്ടികൾ ഏതെങ്കിലും ഒരു ബന്ധത്തിലുണ്ടായിട്ടുള്ള പ്രശ്നമല്ല. ഇത് നിരവധി പെൺകുട്ടികൾ ഗർഭചിത്രത്തിന് വിധേയമാക്കപ്പെട്ടു എന്ന് ആ പെൺകുട്ടികൾ തന്നെ സമൂഹത്തിന് മുന്നിൽ പറഞ്ഞു കഴിഞ്ഞു. ഗർഭചിത്രം നടത്തിയിട്ടില്ലെങ്കിൽ കൊന്നുകളിയും എന്നുള്ള ഭീഷണി സന്ദേശം വന്നു കഴിഞ്ഞു. അതുകൊണ്ട് കോൺഗ്രസ് അല്ല, ഏത് പാർട്ടി, UDF മുന്നണിയിലെ ഏത് പാർട്ടിയുടെ നേതാക്കന്മാർ എത്ര നെടുനീളൻ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞാലും രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ പോകുന്നതും രാഹുൽ മാങ്കൂട്ടം മണ്ഡലത്തിലിറങ്ങി പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതും കേരളത്തിലെ ജനങ്ങൾ അതിശക്തമായ പ്രതിരോധമുയർത്തിയിട്ട് ചെറുക്കും. കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന് ആവേശജയം. നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം സെയിലേഴ്സിനെ 14 റൺസിന് തോൽപ്പിച്ചു. 203 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊല്ലം 188-ന് പുറത്തായി. 3 വിക്കറ്റ് വീതം വീഴ്ത്തിയ അഖിൽ സ്കറിയയും ഇബ്നു അഫ്താഫും ചേർന്നാണ് കൊല്ലത്തെ പിടിച്ചുകെട്ടിയത്. ആദ്യം ബാറ്റ് ചെയ്ത കാലിക്കറ്റ് 5 വിക്കറ്റ് നഷ്ടത്തിലാണ് 202 റൺസ് എടുത്തത്. 5ാം ജയത്തോടെ 10 പോയിന്റുമായി കാലിക്കറ്റ് പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക്. തൃപ്പൂണിത്തുറയിൽ ആകാശ ഊഞ്ഞാലിൽ നിന്ന് വീണ യുവാവിന് പരിക്ക്. ഓണത്തോടനുബന്ധിച്ച് ഒരുക്കിയ അത്തച്ചമ്മ ഗ്രൗണ്ടിലെ അമ്യൂസ്മെന്റ് പാർക്കിലാണ് ഈ സംഭവം. യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റി. YS അഭിനന്ദുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അഭിനന്ദ, വിവരങ്ങൾ എന്തൊക്കെയാണ്? രാത്രി 10 മണിയോടുകൂടിയായിരുന്നു സംഭവം ഉണ്ടായത്. ഇപ്പോൾ എന്തായാലും യുവാവിനെ കൊച്ചി ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് കൊച്ചി വെൽകെയർ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ രമ സന്തോഷ് വ്യക്തമാക്കുന്നത്. ഇയാൾ ഓണാഘോഷത്തോടനുബന്ധിച്ച് നിർമ്മിച്ച അത്തച്ചമ്മ ഗ്രൗണ്ടിലെ അമ്യൂസ്മെന്റ് പാർക്കിൽ പോകുന്നതിനിടയ്ക്കായിരുന്നു ഇത്തരത്തിൽ അപകടമുണ്ടായത്. ഈ യാത്ര പൂർണ്ണമായും പൂർത്തീകരിച്ച് ഒരു സ്ലോ ചെയ്യുന്നതിനിടയിൽ അവിടെ നിന്നും പെട്ടെന്ന് ഇറങ്ങി ചാടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സണും പോലീസും വ്യക്തമാക്കുന്നത്. മദ്യപിച്ചിരുന്നതായിട്ടുള്ള ഒരു സംശയമുണ്ട്. എന്തായാലും ഇപ്പോൾ വെൽകെയർ ഹോസ്പിറ്റലിൽ പരിശോധനകളൊക്കെ നടക്കുകയാണ്. അല്പസമയത്തിനും തന്നെ ഇതാരാണ് എന്നുള്ളതിന്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. മറ്റ് സുരക്ഷാ വീഴ്ചകളൊന്നും ഇല്ല എന്ന് തന്നെയാണ് നഗരസഭയും പോലീസും പറയുന്നത്. മറ്റ് പരിശോധനകളൊക്കെ ഇപ്പോൾ തുടരുന്നുമുണ്ട്. കൊച്ചിയിൽ നിന്ന് ആൻജിയോപ്ലാസ്റ്റി ഉപകരണങ്ങളുടെ വിതരണം നിലച്ചതോടെ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിലായി. വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക സർക്കാർ കൊടുത്തു തീർക്കാത്തതിനാൽ ഇന്നു മുതൽ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെക്കുന്നതായി വിതരണക്കാരുടെ സംഘടന അറിയിക്കുകയായിരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി വിതരണക്കാർ ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 31 മുൻപ് കുടിശ്ശിക നൽകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയെങ്കിലും അത് പാലിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെക്കാൻ വിതരണക്കാരുടെ സംഘടന തീരുമാനിച്ചത്. 21 ഗവൺമെൻറ് കാത്ത് ലാബിൽ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അറിയിച്ചിരുന്നു. അപ്പം ഓഗസ്റ്റ് മാസം നമുക്ക് പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യുമെന്നായിരുന്നു നമുക്ക് കിട്ടിയ ഉറപ്പ്. അപ്പം ഓഗസ്റ്റ് 30 വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്ട്രൈക്കിലേക്ക് പോകാതിരിക്കാൻ വേറെ ഓപ്ഷനില്ല. കാരണം നമുക്ക് സ്റ്റോക്കുകളില്ല. കാരണം നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാത്തതുകൊണ്ട് പാരൻറ്റ് കമ്പനി നമുക്ക് സ്റ്റോക്ക് തരുന്നില്ല. അങ്ങനെ പല സ്ഥലത്തും കറക്റ്റായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനിയും പേയ്മെൻറ്റ് ഡിലേ ആയി കഴിഞ്ഞാൽ സെപ്റ്റംബർ 1 മുതൽ നമ്മൾ കേരളത്തിൽ 21 ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ കാത്ത് ലാബ്സിൽ നമ്മൾ സ്റ്റോക്ക് റീപ്ലേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ന് മുതൽ. നിലവിൽ 158 കോടിയോളം രൂപയാണ് വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം നിലച്ചാൽ സർക്കാരിന് കീഴിലെ 21 ആരോഗ്യ കേന്ദ്രങ്ങളെയാണ് ഇത് ഗുരുതരമായി ബാധിക്കുക. പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ പാവപ്പെട്ട രോഗികൾ ദുരിതത്തിലാകും. ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്.
സംസ്ഥാനത്ത് 3 ദിവസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞും മലപ്പുറം സ്വദേശിനിയായ 52-കാരിയുമാണ് മരിച്ചത്. ചികിത്സയിലുള്ള 10 പേരിൽ 2 പേരുടെ നില ഗുരുതരമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ 24-നോട് പറഞ്ഞു. ഇന്നലെ രാത്രിയാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവേ ഗുരുതരാവസ്ഥയിലായ ഓമശ്ശേരി സ്വദേശി അബൂബക്കർ സിദ്ദിഖിന്റെ 3 മാസം പ്രായമായ മകൻ മരിച്ചത്. കഴിഞ്ഞ 28 ദിവസമായി കുഞ്ഞ് വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. കുട്ടിയുടെ ആരോഗ്യനില ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ഗുരുതരമായിരുന്നുവെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. ബ്രെയിനിന്റെ പ്രവർത്തനം തീരെ ഇല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെയാണ് വെന്റിലേറ്ററിൽ നമ്മൾ ആക്കേണ്ടി വന്നത്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിയും പ്ലേറ്റ്ലെറ്റ് കൗണ്ടും വളരെ കുറവുള്ള ഒരവസ്ഥയിൽ ഇൻറ്റൻസീവായിട്ടുള്ള കൊടുക്കാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും നോക്കിയിരുന്നത്. ശനിയാഴ്ചയാണ് മലപ്പുറം വേങ്ങര കണ്ണമംഗലം സ്വദേശിനി റംല മരിച്ചത്. 52 വയസ്സായിരുന്നു. 10 പേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. 2 പേഷ്യൻസ് വളരെ ബാഡാണ്. ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉള്ള പേഷ്യൻസ് ആണ്. അവർ 2 പേരും വെന്റിലേറ്ററിലാണ്. സാധ്യമാകുന്ന ഏറ്റവും മികച്ച ചികിത്സയാണ് രോഗികൾക്ക് നൽകി വരുന്നതെന്ന് വിദഗ്ധ സംഘം അറിയിച്ചു. 24 കോഴിക്കോട്. മലയാറ്റൂർ വനമേഖലയിലെ പുഴകളിൽ ആനകളുടെ ജഡങ്ങൾ സ്ഥിരമായി ഒഴുകിയെത്തുന്നതിൽ അന്വേഷണം പ്രഖ്യാപിച്ചു വനംവകുപ്പ്. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ DK കുമാർ ചെയർമാനായി സമിതി രൂപീകരിച്ചു. 1 മാസത്തിനകം വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. മലയാറ്റൂർ വനമേഖലയിൽ കാട്ടാനകളുടെ ജഡങ്ങൾ പുഴയിൽ കണ്ടെത്തുന്നത് സ്ഥിരം സംഭവമായതോടെയാണ് അന്വേഷണം നടത്താൻ വനംവകുപ്പ് തീരുമാനിച്ചത്. ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ DK കുമാർ ചെയർമാനായ 11-അംഗ സമിതിക്കാണ് അന്വേഷണ ചുമതല. മലയാറ്റൂർ DFO ഡോക്ടർ അരുൺ സക്രിയ ഉൾപ്പെടെയുള്ള വിദഗ്ധരും സമിതിയുടെ ഭാഗമാണ്. പോസ്റ്റ്മോർട്ടം നടപടികളും റിപ്പോർട്ടുകളും ഒരേ പ്രദേശത്ത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള കാരണങ്ങൾ, സംശയാസ്പദമായ സംഭവങ്ങൾ, വനം വകുപ്പിന്റെ ഇടപെടലുകൾ, കൃത്യനിർവഹണത്തിൽ വീഴ്ചകളുണ്ടോ തുടങ്ങിയ വിഷയങ്ങളാണ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ടത്. 1 മാസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് G കൃഷ്ണന്റെ നിർദ്ദേശം. നാളെ തന്നെ സമിതി അന്വേഷണം ആരംഭിക്കുമെന്നാണ് വിവരം. 24 പത്തനംതിട്ട. മൈജിയുടെ പുതിയ ഫ്യൂച്ചർ ഷോറൂം തൃശൂർ ചാവക്കാട് പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരം ആന്റണി വർഗീസ് പെപ്പെ ഉദ്ഘാടനം ചെയ്തു. മൈജി ഓണം മാസ് ഓണം സീസൺ 3യുടെ 4ാമത്തെ നറുക്കെടുപ്പ് നടന്നു. 25 കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളാണ് മൈജി നൽകുന്നത്. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ്, സ്മോൾ അപ്ലയൻസസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി ആക്സസറീസ്, IT ആൻഡ് പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങൾ, സെക്യൂരിറ്റി സിസ്റ്റംസ്, കസ്റ്റമൈഡ് കമ്പ്യൂട്ടറുകൾ, ഹോം ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റംസ് തുടങ്ങിയവ മൈജിയുടെ പുതിയ ഷോറൂമിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ചാവക്കാരുടെ പിന്തുണ എപ്പോഴും മൈജിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് തന്നെയാണ് മൈജിയുടെ ഏറ്റവും വലിയൊരു പുതിയ ഫ്യൂച്ചർ ഷോറൂം ഇവിടെ തുടങ്ങാൻ ഞങ്ങൾക്ക് പ്രചോദനമായത്. ഇനാഗുറൽ ഓഫേഴ്സിന് പുറമെ ഒരുപാടധികം ഓണം ഓഫേഴ്സും സമ്മാനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. അപ്പം 25 കോടിയുടെ സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മുടെ ടാഗ്ലൈൻ പോലെ തന്നെ മൈജി ഫ്യൂച്ചർ എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ്. യുവപ്രതിഭകൾക്ക് വേദിയൊരുക്കി ജ്വല്ലറി ബ്രാൻഡായ വിൻസ്മേര കോഴിക്കോട് ഷോറൂമിൽ വിൻസ്മേര സ്റ്റാർ ഓഫ് ദ ഇയർ 2025 സംഘടിപ്പിച്ചു. വിൻസ്മേരയുടെ ആഭരണങ്ങൾ ധരിച്ചുള്ള റാം ഷോ വേറിട്ടതായി വിൻസ്മേര ഗ്രൂപ്പ് വൈസ് ചെയർമാൻ അനിൽ കമ്പ്രത്ത്, ഡയറക്ടർ രാജേഷ് എല്ലത്തിൽ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. ഇവിടെ 24 റൗണ്ട് പൂർത്തിയാവുകയാണ്. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.